ഈ കളിയിലേക്ക് തിരിച്ചു വരണം. അവൻ ട്രാക്ക് മാറ്റണം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഗബ്രിയുടെ ദി എൻഡ് ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ തലയ്ക്കുള്ള അവസാനത്തെ ആണി ലാലേട്ടം വന്ന് അടിച്ചു. ബിഗ് ബോസിൻ്റെ നല്ല അടിപൊളി സ്ക്രിപ്റ്റായിരുന്നു. ഏതായാലും പയ്യൻ ഷോ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ച സിറ്റുവേഷനിലാണ് ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഗബ്രിയുടെ ഈ തകർച്ചയുടെ ഒരു സീരിയസ്ലി നല്ലൊരു പങ്ക് കാരണക്കാരി അല്ലെങ്കിൽ ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ അവിടെ പുതപ്പിനടിയിൽ ഇരുന്നിട്ട് ഇപ്പോൾ രശ്മിനോട് പറയുന്ന ആ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് മുന്നേ ഗബ്രിനോട് ഒരുവിധം കാര്യങ്ങളൊക്കെ ജാസ്മിൻ പറഞ്ഞു നോക്കി. പക്ഷേ ഗബ്രി യാതൊരു മിണ്ടാട്ടമില്ല. ഗബ്രി പറയുന്നത് ഐ എം ഡൺ, ഐ എം ക്വിറ്റിംഗ് ദ ഷോ. ഇത് മാത്രമേ ഗബ്രി പറയുന്നുള്ളൂ. കാരണം ഗബ്രിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ആ പയ്യൻ അത്രയധികം തകർന്നിട്ടുണ്ട്. റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഗബ്രിയെ വളരെ മോശമാക്കിയിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഗബ്രി ഈ ഒരു റിലേഷൻഷിപ്പിൽ മോശക്കാരെന്ന് മാത്രമല്ല, അവൻ്റെ മോറൽ സൈഡ് കൂടി ചോദ്യം ചെയ്തും കൊണ്ട്, കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഫിസിക്കലി രശ്മിനോടാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ വളച്ചൊടിച്ചിട്ട് ജാൻമണി മറ്റുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഏഷ്യാനെറ്റിൻ്റെ കട്ട്സും ക്ലിപ്സും എല്ലാം കാരണം മോറൽ സൈഡ് പോലും അത്രയധികം മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടാണ് ആ ചങ്ങാതി സിറ്റുവേഷൻ ആയിട്ടുള്ളത്. നമ്മൾ ഗബ്രിനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല. ഒരു പ്രശ്നം രണ്ടുപേരും ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് കൈയും കൂടി കൂട്ടിയടിച്ചാൽ സൗണ്ടുള്ളവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസും ഈക്വലി റെസ്പോൺസിബിൾ ആവുന്ന സമയത്ത് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നതിനോട് നമ്മൾ തീരെ യോജിക്കുന്നില്ല. എന്തായാലും ഗബ്രി ക്വിറ്റ് ചെയ്യുന്നതാണ് നിൽക്കുകയാണ്. ആ സമയത്ത് ജാസ്മിൻ വീണ്ടും പുറകെ നടന്ന് ആശ്വസിപ്പിക്കുകയാണ്. എന്തോ ഗബ്രിയുടെ ആ ഒരു സാന്നിധ്യം ജാസ്മിൻ അവിടെ വേണമെന്ന് പുറത്തേക്ക് കാണിക്കുകയാണെന്ന് അറിയില്ല, അത് വേണമെന്നുള്ള അറിയില്ല. എന്തായാലും ജാസ്മിൻ വീണ്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സോഫയിൽ വന്നിരിക്കുന്നു. സോഫയിൽ ഗബ്രി ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങി പോകുന്നുണ്ട്. ഗബ്രി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അവരുടെ മുഖമൊന്നും കണ്ടാൽ മതി എന്നുള്ളത് ഗബ്രി പറയുന്നുണ്ട്. ഐ തിങ്ക് ഗബ്രി ഷോ ക്വിറ്റ് ചെയ്യണമെന്ന് പറയില്ല ഒരിക്കലും. ഗബ്രി എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടിയുള്ള സിറ്റുവേഷനിൽ ജാസ്മിനെ അവിടെ ജയിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഗബ്രി അവിടെ നിന്ന് പോകണം. കാരണം ഗബ്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിന് ഗബ്രിയുടെ മുഖം കാണേണ്ട കാര്യമില്ല. ജാസ്മിന് വളരെ കൂളായിട്ട് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. അവൾ പോവുകയും ചെയ്യും. ആ സിറ്റുവേഷനിലാക്കിയിട്ട് ഒരിക്കലും ഗബ്രി ഈ ഒരു ഷോ ക്വിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഗെയിമിന് വേണ്ടി വന്നാലേ നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്താണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വളരെ മോശം ഇമേജ് കൊണ്ടായിരിക്കും ആ ചെറുപ്പക്കാരൻ അവിടെ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് എന്തായാലും വലിയ താല്പര്യമുള്ള കാര്യമില്ല. കാരണം ഒരാളുടെയും ലൈഫ് സ്പോയിൽ ചെയ്യപ്പെടേണ്ട രീതിയിലുള്ള കുറ്റം കംപ്ലീറ്റ് ആയിട്ടൊന്നും ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞോടുകൂടി അവിടെ ജാസ്മിനും റസ്മിനും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അത് ജാസ്മിൻ റസ്മിന് പറഞ്ഞു കൊടുക്കുകയാണ്, അവനൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു, അവൻ എന്നോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ, നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞെങ്കിൽ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് ഉണർന്നേനെന്ന് പറഞ്ഞ പോലെയാണ് ജാസ്മിൻ മുല്ലപ്പൂ കിടന്ന് പറയുന്നത്. അവൻ ജസ്റ്റ് ഒന്ന് കരയുന്നു പോലും ഇല്ലടാ. സീരിയസ്ലി നമ്മൾ നോട്ട് ചെയ്ത കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും തകർന്ന് പകച്ചു പോകും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഒരാൾ ചെയ്യാത്ത കുറ്റം എന്നല്ല പറയുന്നത്, നമ്മൾ ചെയ്ത കുറ്റം പോലെ അല്ലാത്ത രീതിയിൽ വേറൊരു രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ തകർന്നു പോകും. അതിൽ യാതൊരു വിധ സംശയമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഗബ്രി എന്താ വെച്ചാൽ ഭയങ്കര സ്റ്റണ്ടായിട്ട് ഭയങ്കര ഒരു സ്റ്റാച്യു പോലെ എന്തോ ഒരു പ്രത്യേകിച്ച് യാതൊരു മുഖഭാവം ഇല്ലാത്ത നിൽക്കുന്ന ഒരു ഗബ്രീനെയാണ് ജാസ്മിനോടെ കാണുന്നതാണ്. ജാസ്മിൻ പറയുന്നത് ഒന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയോ പിഴിയോ എന്താ സിറ്റുവേഷൻ എന്നുള്ള അറിയില്ല. നാളത്തെ പ്രൊമോ കണ്ട പ്രകാരം വിടാത്തതിന് ജസ്റ്റ് ഒരു പ്രശ്നത്തിൽ തുടങ്ങി അവസാനം ബിഗ് ബോസ് മൈക്കിടാൻ പറയലും അതിൻ്റെ പുറകെ കൂകി വിളിക്കുന്ന ജിൻഡോ, ഈ ഒരു സിറ്റുവേഷനാണ് നാളെ കാണുന്നത്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഫെയ്റ്റ് എന്താണ് ബിഗ് ബോസിൽ എന്നുള്ള അറിയില്ല. ലൈഫ് എന്തായാലും ഒരു കഥയായിരിക്കും. പക്ഷേ ഇവർക്കൊന്നും ഒരു പ്രോബ്ലം വരുന്നുണ്ടാവില്ലായിരിക്കും. കാരണം അവരൊക്കെ റിക്കവർ ചെയ്ത് വരും. ഗബ്രി നാളെ ക്വിറ്റ് ചെയ്യുമെന്നും ഉണ്ടാവില്ലായിരിക്കും അവർ. പക്ഷേ എന്താണ് ഗബ്രിയുടെ നെക്സ്റ്റ് ഗെയിം ഉണ്ടാവുക? അതൊരു ഗെയിം ഷോ ആണ് അൾട്ടിമേറ്റ്ലി. ഇത് ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഗെയിം ഷോ ആണ്. ഇതിൻ്റെ ചരട് കംപ്ലീറ്റ് ബിഗ് ബോസിൻ്റെ കയ്യിലാണ്. റീസൺ ഇത് പുറത്തേക്ക് വിടുന്ന ഔട്ട് പോകുന്ന വിഷ്വൽസ് കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് ആവുന്നിടത്തോളം കാലം ഇവരുടെ ലൈഫിലെ എല്ലാ കൺട്രോളും ഇവരുടെ ലൈഫാണ്. കാരണം 100 ഡേയ്സ് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ 100 ദിവസം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയില്ല. അതിൻ്റെ ബേസിലായിരിക്കാം ഇവിടുന്ന് ആൾക്കാരൊക്കെ പലരും അവർ വിലയിരുത്തുന്നു. അവരുടെ ഭാവി ലൈഫിൽ ഇതൊക്കെ ഭയങ്കര കാര്യങ്ങളുടെ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് TRP കൂട്ടി കൊണ്ടുപോയിട്ട് പലരുടെയും ലൈഫ് സ്പോയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ ടേൺ അവർക്ക് അതിന് ഫെയിം കിട്ടുന്നുണ്ട്, സത്യമാണ്. ഫെയിം കിട്ടുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷേ ഫെയിമിൻ്റെ കൂടെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ജീവിതം കൂടി ഉണ്ടെന്നുള്ളത് ഇവർ ഓർത്താൽ നന്ന്.